ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്. ഹ്യൂമൻ സ്പൈസീസ് തന്നിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. പ്രൈമേറ്റ്സ് എ കാറ്റഗറി ഓഫ് മാമൽസ്, ദെൻ ഹോമിനോയിഡ്സും ഏത് കാറ്റഗറീസ് ആണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാക്ക്ഡ് ഓൺ 2 ലെഗ്സിലുള്ളത് ഹോമോ ഹാബിലിറ്റ്സ്, അതുപോലെ ഹോമോ സാപ്പിയൻസ് അല്ലേ. ഇത് ഹ്യൂമൻ സ്പൈസസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുമാണ്. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹോമിനോയിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വാക്ക്ഡ് ഓൺ 2 ലെഗ്സ് എന്നുള്ളത് ഹ്യൂമൻ്റെ ഏത് സ്പൈസസ് ആണ്. അതുപോലെ ഹോമോ ഹാബിലിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അല്ലേ. ഒന്നാമത്തത് എന്താണ്, വാക്ക്ഡ് ഓൺ 4 ലെഗ്സ് ആണ്. രണ്ടാമത്തത് ഹോമിനൈഡ്സ് ആണ്. മൂന്നാമത്തത് ദ ടൂൾ മേക്കേഴ്സ് ആണ്. ഹോമോ എറക്ടസ് ആണ് ഫോർത്ത്. ദെൻ ഫിഫ്ത്ത് ദ വൈസ് ഓർ ട്വിങ്കിങ് മാൻ ആണ്. ആക്ടിവിറ്റി 2, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്, അതുപോലെ തന്നെ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്, ദെൻ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ്. പിക്ചർ 1 ബൈ യൂസിങ് സ്റ്റോൺസ് ആണ്. പിക്ചർ 2 യൂസിങ് മെറ്റൽസ് ആണ്. അതുപോലെ ബിന്റെ ആൻസർ എന്താണ്, കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. സി, bronze tools helped in expanding agricultural land. The expansion of agricultural land led to an increase in agricultural production. Then the increase in agricultural production paved the way for the exchange of products and the development of center of exchange. അതുപോലെ തന്നെ the centers of exchange later transformed into towns and cities. Third activity, Greece is rich in diverse geographical feature. An initial form of democracy originated in the Greek city-states of Athens. ഇതിൽ prepare a note on city-states of Greece എഴുതാനാണ്. In which name the political body of Athens known as. അതുപോലെ തന്നെ what is meant by Graecio, Persian wars. In ancient Greece, villages were the main settlements. As agriculture and trade developed, cities were formed. Eventually, a city and a number of surrounding villages came together and began to transform into city-states. These city-states were known as polis. Seas or high mountains separated these city-states of ancient Greece from each other. B, assembly ആണ്. C, the Persian Empire which was hostile to the Greek city-states was invaded and conquered by combined army of Athens and Sparta. These wars are known as the Graeco-Persian Wars. Activity 4, in the 6th century BCE, among the 16 Mahajanapadas, Magadha became a prominent force. What are the factors that helped Magadha's emergence as a prominent Mahajanapada? What were the capital of Magadha? Powerful rulers and strong military, fertility resulting from proximity to the Ganges and its tributaries, presence of iron ore manufacture and use of iron weapons and tools, progress in agriculture and trade. Initially, Rajgir in Bihar and later Patna served as the capital of Magadha.
അപ്പോൾ ഇതാ നമ്മളെ ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിവിടെ പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മളിതാ എക്സാം അടുത്ത ദിവസമാണ്, അതുകൊണ്ട് തന്നെ സമയമില്ല. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ചെടുക്കുക, അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കി വെക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ച് എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും മുഴുവൻ മാർക്കും ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. നിങ്ങൾ എടുത്ത പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും ഒന്നുകൂടി ഞാൻ പറയാണ്, വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അല്ലേ, എന്താണ് നിങ്ങൾ എടുത്ത പാഠഭാഗം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ.